നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച വാർത്തകൾ, ഒപ്പം ഇപ്പോൾ സംഭവിക്കുന്ന വാർത്തകൾ വിശദാംശങ്ങളുമായി വാർത്താമഴ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താമഴയിലേക്ക് സ്വാഗതം. MLA സ്ഥാനത്തു നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ഇന്ന് തന്നെ ഉണ്ടായേക്കും. രാജി വേണമെന്ന നിലപാട് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. രാജി ആവശ്യം പരസ്യമായി ഉന്നയിച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഉമാ തോമസ് MLAയും ഷാനിമോൾ ഉസ്മാനും ആവശ്യപ്പെട്ടു. എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും രാജിവെക്കണം. ഒരു നിമിഷം മുമ്പ് തന്നെ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. MLA സ്ഥാനം ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ കേസുകൾ പറയുമ്പോൾ അത് ധാർമ്മികമായിട്ട് അത് ഉത്തരവാദിത്തത്തോടുകൂടി അത് രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ഒരു ആരോപണം അത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അന്ന് ആ നിമിഷം തന്നെ ഡിഫമേഷൻ കേസിന് കൊടുക്കായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ മൗനം അത് ശരിയല്ല. രാഹുൽ മാങ്കൂട്ടം പൊതു മേഖലയിൽ നിന്ന് മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും ഉചിതം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇത്തരത്തിൽ ഒരുപാട് ആരോപണങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് അദ്ദേഹം മാറി നിൽക്കുന്നത് തന്നെയാണ് ഉചിതം. ഞാൻ അടിയന്തിരം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനത്തെ വാക്കുകൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. നമ്മൾ കോൺഗ്രസ് എടുത്ത നിലപാടിനെ നമ്മൾ അഭിനന്ദിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. എത്ര കേസുകൾ നമ്മൾ എത്ര നാളുകൊണ്ട് കേരളത്തിലെ പൊതുരംഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് ഞാൻ നേതൃത്വവുമായിട്ട് സംസാരിക്കാൻ ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മാറി നിൽക്കുന്നതന്നെയാണ് ഉചിതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുറന്നടിച്ച് കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കനും രംഗത്തെത്തി. വിഴുപ്പ് ഏറ്റെടുക്കേണ്ട ബാധ്യത കോൺഗ്രസിനില്ല. രാജിവെച്ച് പുറത്തു പോയില്ലെങ്കിൽ നടപടിയെടുക്കണമെന്നും ജോസഫ് വാഴക്കൻ പറഞ്ഞു. ഇങ്ങനെ വാർത്തകൾ വരുന്നവരും വരെ കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. ഒരു പരാതിയോ ഇങ്ങനെ ആരെങ്കിലും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല ഒരിക്കലും. അപ്പൊ ഇത് ഓരോ വാർത്തകളും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് വരുന്നത്. ഈ കാര്യത്തിൽ കൃത്യമായി ഒരു വിവരം പാർട്ടിയെ അങ്ങനെ അല്ല എങ്കിൽ അതിന്റെ സത്യസ്ഥിതി ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം രാഹുലിനുണ്ട്. രാഹുൽ അത് ഇതുവരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സാഹചര്യത്തിൽ എന്തിനാണ് കോൺഗ്രസ് ഈ വിഴുപ്പ് ഏറ്റെടുക്കുന്നത്? കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് ഇത്തരം ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ ആ വ്യക്തിയുടെ തെറ്റ് പാർട്ടി ഏറ്റെടുക്കേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയെങ്കിൽ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താത്ത സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം. ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് പേര് നടപടി സ്വീകരിക്കണം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിക്കാതെ മഹിളാ കോൺഗ്രസ്. വിഷയത്തിൽ പാർട്ടി കൃത്യസമയത്ത് കൃത്യമായ നിലപാടെടുത്തുവെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ MP പറഞ്ഞു. R ശ്രീജിത്ത് വിശദാംശങ്ങളുമായി, ഒപ്പം തന്നെ AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നുമുണ്ടാകും. ആദ്യം R ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, ഇതിൽ ഹൈക്കമാൻഡിന്റെയും കർക്കശമായ നിലപാടാണ് ഈ വിഷയത്തിൽ എന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജി തന്നെ വേണം എന്ന നിലപാട് അത് കടുപ്പിച്ചിരിക്കുകയാണ്. KPCC നേതൃത്വത്തിലേക്ക് അവർ ഒരു തീരുമാനത്തിന് വിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇനി താമസം എന്നൊരു ചോദ്യമാണ് ബാക്കിയുള്ളത്. സംസ്ഥാന നേതൃത്വത്തിന് എന്താണ് ആശയക്കുഴപ്പം? അനുജ, ഗുരുതരമായ ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം രാജിവെക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ പൊതുവികാരം ശക്തിപ്പെടുകയാണ്. എങ്കിൽ പോലും ചില പ്രൊസീജിയറൽ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്. ഒരു നടപടിക്രമത്തിലൂടെയാണ് ഈ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടത്. ആ നടപടിക്രമത്തിന് മുന്നോടിയായുള്ള തിരക്കിട്ട കൂടിയാലോചനകളാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് നടത്തുന്നത്. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റുമാരുമായും പ്രതിപക്ഷ നേതാവ് VD സതീശനുമായും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമായും ആശയവിനിമയം നടത്തുന്നുണ്ട്. എന്നാൽ ചില നേതാക്കന്മാർ, പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ്, അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ ആളുകളാരും ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. അവർ ഈ കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. എങ്കിൽ പോലും ഈ നടപടിക്രമം എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു ആലോചന എടുത്തി അവിടെ ഒരു തീരുമാനമായി കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ അറിയിക്കുകയും ദീപാദാസ് മുൻഷി ആ സന്ദേശം ഹൈക്കമാൻഡിന് കൈമാറുകയുമാണ്. അതാണ് കോൺഗ്രസിൻ്റെ ഇത്തരം കാര്യങ്ങളുള്ള നടപടിക്രമം. ആ നടപടിക്രമം പാലിക്കുന്നതിനുള്ള കാലതാമസം മാത്രമാണ് രാജിയിലേക്ക് പോകുന്നതിനും തീരുമാനമെടുക്കുന്നതിനും തടസ്സമായി നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ഥിതി ഗുരുതരമാണ് എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിനും ബോധ്യമുണ്ട്. അതുകൊണ്ട് രാജി ആവശ്യപ്പെടണമെന്ന വികാരം ഹൈക്കമാൻഡും പറയുന്നുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ തീരുമാനത്തിലേക്ക് പോകാൻ കഴിയൂ. അതിനുള്ള കാലതാമസമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. രാജി എത്രയും വേഗം ഉണ്ടാകണം. അല്ലെങ്കിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടു വരുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ താഴെ പോവുകയും ഈ ആരോപണം പാർട്ടിയെ തിരിഞ്ഞുകൊത്തുന്ന ഒന്നായി ഇങ്ങനെ തൂങ്ങി നിൽക്കുകയും ചെയ്യുമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട്
നാളേക്കകം രാജി ഉണ്ടാകണമെന്ന കർശന നിലപാട് പല നേതാക്കൾക്കുമുണ്ട്. നിരവധി നേതാക്കൾ ഇപ്പോൾ രാജി ആവശ്യമുയർത്തി മുന്നോട്ട് വരുമ്പോഴും പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ മൗനം ചർച്ചയാകുന്നുണ്ട്. ആ മൗനത്തിൽ ഡോക്ടർ ശശി തരൂരും ഒപ്പം തന്നെ കൊടുക്കുന്നിൽ സുരേഷും അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെയും പേരുകളുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതാണ്, ചില നേതാക്കൾ മൗനം തുടരുകയാണ്. പക്ഷേ പ്രമുഖരായ ഒട്ടേറെ നേതാക്കളുടെ നിലപാടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ രാജി തന്നെ വേണം എന്നതാണ് അവരുടെ ആവശ്യം എന്നുകൂടിയാണ് നമുക്കറിയാൻ കഴിയുന്നത്. പത്തനംതിട്ട അടൂരിൽ നിന്ന് എ വി ജയശങ്കർ കൂടിയുണ്ട് തത്സമയം. ജയശങ്കർ, മുതിർന്ന നേതാക്കളൊക്കെ അദ്ദേഹത്തെ കൈവിടുകയാണ്. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ സംരക്ഷണം ലഭിക്കാനുള്ള സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ തന്നെയുണ്ടോ, വസതിയിൽ തന്നെ തുടരുകയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ? അനുജ, രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 4 ദിവസമായി എനിക്ക് പിന്നിൽ കാണുന്ന ഈ വസതിയിൽ തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ KPCCയുമായി ബന്ധപ്പെട്ടും ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടും രാജി ആവശ്യവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഇതുവരെ രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളുമായോ ഈ വിഷയം സംസാരിക്കാനായിട്ടില്ല. ഇല്ലെങ്കിൽ അവർ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തുന്നില്ല. നിലവിൽ എല്ലാ സാഹചര്യത്തിൽ എന്താണ് രാഹുലിൻ്റെ നിലപാട് എന്ന് ഇതുവരെ പുറത്തു വരാത്തൊരു സാഹചര്യമാണുള്ളത്. തൽക്കാലം മാധ്യമങ്ങളെ കാണുന്നൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ KPCC നൽകിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ രാഹുൽ അത്തരത്തിലൊരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. ആ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രാഹുലിനെ ഫോണിൽ വിളിച്ച് ആശയവിനിമയം നടത്തുന്നതാണ് നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും KPCC ഇത്തരത്തിൽ രാഹുലിനോട് രാജി വെക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ രാഹുൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്താനോ ഒരു പ്രതികരണം നടത്താനോ നിലവിൽ തയ്യാറായിട്ടില്ല. ഇന്ന് അവധി ദിവസമാണ്, ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്തരത്തിൽ രാജി നീക്കം ഇന്നുണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ അധികം വൈകാതെ, മണിക്കൂറുകൾ വൈകാതെ, നാളെയോ മറ്റന്നാളോ രാജിയിലേക്ക് കടക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിതനാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ നിമിഷം അനുമാനിക്കാൻ. കാരണം അത്രമാത്രം ഹൈക്കമാൻഡിൽ നിന്നും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും രാജിക്ക് വേണ്ടിയുള്ള ഒരു സമ്മർദ്ദമുണ്ട്. ഷാഫി പറമ്പിൽ ഒഴിച്ച് ഏറെക്കുറെ പൂർണ്ണമായി എല്ലാ നേതാക്കളും രാഹുലിൻ്റെ രാജി വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പോലും രാഹുൽ രാജിവെച്ചാൽ അതൊരു പുതിയ കീഴ്വഴക്കമാകുമെന്നും തുടർന്നും സമാന രീതിയിൽ ആക്ഷേപം ഉണ്ടായാൽ നേതാക്കൾ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നുമൊക്കെ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും രാഹുലിൻ്റെ രാജി എന്നൊരാവശ്യത്തിലേക്ക് കോൺഗ്രസിലെ ഭൂരിപക്ഷം എത്തുന്നു. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തെ ചുമതലപ്പെടുത്തുമ്പോൾ സംസ്ഥാന നേതൃത്വം രാജി വേണമെന്ന ആവശ്യം രാഹുലിനെ അടുത്ത് അറിയിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് മറ്റു വഴികളില്ലാത്തൊരു സാഹചര്യമാണുള്ളത്. എന്തായാലും രാഹുൽ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ഒരു തരത്തിലുള്ള സൂചനയും ഈ വിഷയത്തിൽ നൽകുന്നില്ല. എന്തായാലും രാഹുലിൻ്റെ അടൂർ വീടിന് മുന്നിൽ തന്നെ നമ്മൾ കാത്തു നിൽപ്പുണ്ട്. രാഹുലിൻ്റെ നിലപാട്, തീരുമാനം എന്താണെന്ന് അറിയാൻ. നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് രാഹുലിനെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ വന്നത്. ആ വിഷയങ്ങളിലൊക്കെ തന്നെ രാഹുലിൻ്റെ പ്രതികരണവും മറുപടിയൊക്കെ വേണം. എന്തായാലും പാർട്ടി ഒന്നാകെ രാജി ആവശ്യപ്പെടുമ്പോൾ രാഹുൽ മൗനത്തിലാണ്, വീടിനുള്ളിലാണ്. രാഹുലിൻ്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അനുജ, അതാണ്, ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ നിന്ന് അവസാന നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്മാറുകയായിരുന്നു. ഇപ്പോൾ മൗനം തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആർ ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഇതിൽ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇനിയിപ്പോൾ KPCCക്ക് അക്കാര്യത്തിൽ സ്വതന്ത്രമായി തന്നെ നിലപാട് കൈക്കൊള്ളാമെന്നല്ലേ? അങ്ങനെയെങ്കിൽ രാജി ചോദിച്ചു വാങ്ങുക എന്നതിലേക്കൊക്കെ പോകും. അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും അടുത്ത നീക്കം എങ്ങനെയാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അനുജ, കോൺഗ്രസ് ഹൈക്കമാൻഡിനും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ഹീനമായ ആരോപണങ്ങൾ ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബീഹാറിൽ വോട്ടർ യാത്ര നടത്തുകയാണ്. രാജ്യത്തെ വോട്ടർ പട്ടിക ക്രമക്കേട് തുറന്നു കാട്ടിയതിനു ശേഷമുള്ള രാഹുലിൻ്റെ ചരിത്രപരമായ രാഷ്ട്രീയ നീക്കമായാണ് ബീഹാറിലെ വോട്ടർ യാത്രയെ വിശേഷിപ്പിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ ശക്തമായി സമരരംഗത്തേക്ക് വരാനും ആരോപണങ്ങൾ ഉയർത്തി മുന്നോട്ട് വരാനും കോൺഗ്രസ് ശ്രമിക്കുന്നതിനിടെയാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്. ഈ രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെയും തടസ്സപ്പെടുത്തുന്ന വിധത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ചർച്ച തുടരുന്നത് ഒട്ടും ആശാസ്യമല്ല എന്ന സമീപനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ളത്. എന്നാൽ സംസ്ഥാനത്ത് യോജിച്ചൊരു തീരുമാനമെടുത്ത് ഹൈക്കമാൻഡിനെ അറിയിക്കാതെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശം വരില്ല. അതിനുള്ള നടപടിക്രമങ്ങൾ പാലിച്ചേ പറ്റൂ എന്നാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കുന്ന ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നേതാക്കന്മാർ, പ്രത്യേകിച്ചും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇക്കാര്യത്തിലൊരു മുൻകൈയെടുക്കണം. അദ്ദേഹം ഇക്കാര്യത്തിൽ തൻ്റെ സഹഭാരവാഹികളുടെ അഭിപ്രായം തേടി ഈ നിൽക്കുന്നതല്ലാതെ ഒരു ഉറച്ച അഭിപ്രായത്തിലേക്ക് സണ്ണി ജോസഫ് മുന്നോട്ട് വരുന്നില്ല എന്ന വിമർശനവും പാർട്ടിക്കകത്ത്
ഉണ്ട്. എങ്കിൽ പോലും കൂടിയാലോചനകൾ തുടരുകയാണ്. അത്തരം കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകണം. അല്ലെങ്കിൽ എത്ര കണ്ട് വൈകുന്നു അത്ര കണ്ട് പാർട്ടിക്ക് ദോഷമാണ് എന്ന വിമർശനമാണ് കോൺഗ്രസിനകത്ത് UDF-നകത്ത് ഉയർന്നത്. ഇങ്ങനെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ ഒട്ടും അനുയോജ്യമായ കാര്യമല്ല എന്ന തിരിച്ചറിവ് കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. എന്നാൽ ആ തിരിച്ചറിവ് നേതൃത്വത്തിന് കൂടി വരുമ്പോൾ മാത്രമേ ഇക്കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം വരികയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ആ ഒരു തിരിച്ചറിവ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ കർക്കശമായ നിലപാട് ഈ വിഷയത്തിൽ വേണം എന്ന് പറഞ്ഞിരിക്കുന്നവരാണ്. ഇനി എന്താകും തുടർ നീക്കം എന്നുള്ളതാണ് അറിയാൻ കാത്തിരിക്കുന്നത്. MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് രാജിവെക്കണം എന്നതിൽ നേതാക്കൾ ഒന്നിച്ചെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് ഭീതി കീറാമുട്ടിയാകുന്നു. നിയമോപദേശം ലഭിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഹൈക്കമാൻഡ് മുതൽ സംസ്ഥാന നേതാക്കൾ വരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭാ കക്ഷിയിൽ വേണ്ട എന്ന നിലപാടുകാരാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട നിയമസഭാ കക്ഷിയെ നയിക്കാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. പിന്നാലെ രാഹുലിനെതിരെ നടപടി വേണമെന്ന് രമേശ് ചെന്നിത്തലയും നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. ഷാഫി പറമ്പിലൊഴികെ സംസ്ഥാനത്തെ മറ്റ് നേതാക്കളും നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തി. ഒരിക്കലും പാർട്ടി കുറ്റാരോപിതരെ രക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. ഈ വിഷയത്തിൽ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടി സ്വീകരിക്കും. ഉപതെരഞ്ഞെടുപ്പ് ഭീതി ഒഴിവാക്കിയിട്ട് മതി അന്തിമ തീരുമാനം എന്ന നിലപാടിലേക്ക് നേതാക്കൾ എത്തിയിട്ടുണ്ട്. നടപ്പ് നിയമസഭയ്ക്ക് 1 വർഷത്തിന് താഴെ മാത്രമേ കാലാവധിയുള്ളൂ എന്നതിനാൽ ചട്ടപ്രകാരം ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തിയാൽ പാലക്കാടിന് പുറമെ പീരുമേട്ടിലും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നേരിടണം. ഇക്കാര്യം കണക്കിലെടുത്ത് MLA സ്ഥാനം രാജിവെപ്പിച്ചില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭാ കക്ഷിയിൽ നിന്ന് മാറ്റി നിർത്താനും കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നുണ്ട്. ഏതായാലും നിലവിലെ നടപടി പോരാ, കർശന നിലപാട് വേണമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിക്കഴിഞ്ഞു. രാജിയായാലും മാറ്റി നിർത്തലായാലും തീരുമാനം വൈകില്ലെന്നുറപ്പ്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പോലീസിൽ പരാതി. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി ലഭിച്ചത്. കേരള കോൺഗ്രസ് M സംസ്ഥാന കമ്മിറ്റി അംഗം AH ഹഫീസാണ് പരാതി നൽകിയത്. നിരവധി സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് പരാതിയിൽ ആരോപിക്കുന്നു. നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്നതിന് തെളിവുകൾ പുറത്തുവന്നുവെന്നും രാഹുൽ മൂലം സംസ്ഥാനത്ത് ക്രമസമാധാനം തകരുന്ന തരത്തിൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉയരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരിൽ ഷാഫി പറമ്പിൽ MP-യെ CPIM തടഞ്ഞാൽ തീക്കളിയാകുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. കോഴിക്കോട്ട് കലാപമുണ്ടാക്കാനാണ് CPIM ശ്രമം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി എടുക്കുന്ന നടപടി അംഗീകരിക്കുമെന്നും കാര്യങ്ങൾ രാഹുലിന് അനുകൂലമല്ല എന്നും K പ്രവീൺകുമാർ പറഞ്ഞു. ഓരോ നേതാവിനെതിരെയും CPIM ആരോപണം വന്നപ്പോൾ ഞങ്ങൾ ആ നേതാവിൻ്റെ സുഹൃത്തിനെയോ അടുത്ത വ്യക്തിയെയോ നേതാവിനെയോ പരിചയക്കാരനെതിരെയോ പ്രതിഷേധവുമായി പോയിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന വടകര MP-ക്കെതിരെ നടക്കുന്ന നീക്കം, വടകരയിൽ നടത്തുന്ന സമരരീതി ആഭാസകരമാണ്. കോഴിക്കോട്ടെ നല്ല അന്തരീക്ഷം തകർക്കാൻ ഇത് ഉപയോഗിക്കുള്ളൂ. ആ നീക്കത്തിൽ നിന്നും CPM-ഉം DYFI-യും പിന്മാറണം. ആരോപണ വിധേയനായ പാലക്കാട് MLA-ക്കെതിരെ പാർട്ടി എടുക്കുന്ന ഏത് നടപടിയും സ്വീകരിക്കാൻ വടകര MP-യും ഷാഫിയും ഞാനും ഒക്കെ ബാധ്യസ്ഥരാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ യുവാവിന്റെ പരാക്രമം. കമ്പ്യൂട്ടറുകളും കാറിന്റെ ചില്ലും അടിച്ചു തകർത്തു. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി. ആൻമരി, എന്തിനായിരുന്നു ഈ പരാക്രമം? ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു? അനുജ, അല്പസമയങ്ങൾക്ക് മുൻപാണ് ഒരു യുവാവ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് അതിവേഗത്തിൽ കടന്നു വരുന്നു. അയാൾ ഒരു അർത്ഥവസ്ത്രധാരിയായിട്ടാണ് ആശുപത്രിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന വനിതാ ജീവനക്കാരോടക്കം എനിക്കൊരു 500 രൂപ വേണം, ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല, ഷർട്ട് മേടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുവാവ് ഈ പരാക്രമമെല്ലാം നടത്തുന്നത്. ആദ്യഘട്ടത്തിലെല്ലാം അവരോട് സംസാരിക്കുകയാണ്. പിന്നീട് ഇവർ 500 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മടി കാണിക്കുന്നു. അതിനുശേഷമാണ് ഈ കമ്പ്യൂട്ടറുകളെല്ലാം അടിച്ചു തകർക്കുകയും അതോടൊപ്പം ആശുപത്രിക്ക് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ചില്ലും ഈ യുവാവ് അടിച്ചു തകർക്കുന്നത്. പിന്നീട് ആശുപത്രിയിൽ
ഉണ്ടായിരുന്ന വനിതാ ജീവനക്കാരടക്കം ഈ യുവാവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ യുവാവ് ഒരു ഘട്ടത്തിലും ആ ഒരു പിന്തിരിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതിനോട് അടുക്കുന്നില്ല. വീണ്ടും 500 രൂപയാണ് ആവശ്യപ്പെടുന്നത്. പിന്നീട് അവർ 500 രൂപ നൽകാമെന്നും അവർ പറയുന്നുണ്ട്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മറ്റു ജീവനക്കാരെല്ലാവരും കൂടി യുവാവിനെ പിടിച്ചു നിർത്തുന്നു. പിന്നീട് പോലീസ് എത്തിയാണ് യുവാവിനെ എന്തായാലും ആശുപത്രിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ടും പോലീസ് പറയുന്ന വിവരം. കൃത്യമായിട്ട് ഇയാൾ ആരാണ് എന്നോ ആശുപത്രിയിൽ വന്ന ആരുടെയെങ്കിലും കൂടെ ഉണ്ടായിരുന്ന ആളാണോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമായിട്ടില്ല. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. കുറച്ച് മണിക്കൂറുകളോളം ഈ രീതിയിൽ യുവാവ് അവിടെ ഒരു പരാക്രമം നടത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ യുവാവിനെ പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. അനുജ, എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് യുവാവിന്റെ പരാക്രമം. കമ്പ്യൂട്ടറും കാറിന്റെ ചില്ലുകളും അടിച്ചു തകർത്തു. പോലീസ് ഇയാളെ പിടികൂടിയെന്നതാണ് ആൻമരിയ സണ്ണി നൽകിയ വിവരം. സാങ്കേതിക തകരാറിനെ തുടർന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിമാനം ഡൽഹിയിൽ തിരിച്ചിറക്കി. ജമ്മുകശ്മീരിലേക്കുള്ള യാത്രാമധ്യേയാണ് തകരാർ തിരിച്ചറിഞ്ഞത്. കിഷ്ത്വാറിലെ പ്രളയബാധിത മേഖല സന്ദർശിക്കാനായിരുന്നു യാത്ര. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങാൻ പോലും ആകാതെ വിമാനം തിരിച്ചിറക്കിയെന്നതാണോ? അനുജ, തീർച്ചയായിട്ടും ഈ കിഷ്ത്വാറിലെ പ്രളയബാധിത മേഖലകൾ സന്ദർശിക്കാനായിട്ടാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ജമ്മു കാശ്മീരിലേക്ക് പുറപ്പെട്ടത്. ആ യാത്രാ മധ്യയിലാണ് അദ്ദേഹം സഞ്ചരിച്ച വിമാനത്തിന് ചില തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ അതൊരു ഗൗരവ സ്വഭാവമുള്ള തകരാറുകളല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. എന്തായാലും നേരിയ തകരാറ് അനുഭവപ്പെട്ടതോടുകൂടിയാണ് വിമാനം ഡൽഹിയിൽ തിരിച്ചിറക്കിയത്. നിലവിൽ ആ വിമാനത്തിലെ സാങ്കേതിക പരിശോധനകൾ പുരോഗമിക്കുന്നു. എന്നാൽ യാത്ര മുടക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. മറ്റൊരു വിമാനത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് തന്നെ ജമ്മു കാശ്മീരിലെത്തും. കിഷ്ത്വാറിലെ പ്രളയബാധിത മേഖല സന്ദർശിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിനോടൊപ്പം ജിതേന്ദ്ര സിംഗും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട്. എന്തായാലും ആ യാത്ര ഉടൻ തന്നെ ജമ്മുവിലേക്ക് പുറപ്പെടും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതാണ് കിഷ്ത്വാറിലെ പ്രളയബാധിത മേഖലകൾ സന്ദർശിക്കാനാണ് പ്രതിരോധ മന്ത്രി യാത്ര പുറപ്പെടാനൊരുങ്ങിയത്. പക്ഷേ സാങ്കേതിക തകരാറിനെ തുടർന്ന് യാത്ര മാറ്റിവെച്ചു. എന്നാൽ ഇന്ന് തന്നെ യാത്ര ഉണ്ടാകുമെന്ന വിവരം കൂടി അച്യുതൻ നൽകുന്നുണ്ട്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേഗത്തിലാക്കി സർക്കാർ. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ VC നിയമനത്തിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി. സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ കണ്ടെത്താനുള്ള നടപടികൾ സർക്കാർ വേഗത്തിലാക്കിയത്. സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് സുധാൻഷു ദുലിയ സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സണാകും. UGC യോഗ്യതയുള്ളവർക്ക് സെപ്റ്റംബർ 19 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയപരിധി. പ്രൊഫസർ പദവിയിൽ 10 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ ഇറങ്ങിയ ദിവസം 61 വയസ്സ് തികയാൻ പാടില്ല. തപാലിലോ നേരിട്ടോ ഇമെയിൽ വഴിയോ അപേക്ഷിക്കാം. ഈ അപേക്ഷകൾ സുപ്രീംകോടതി നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് സുധാൻഷു ദുലിയയ്ക്ക് കൈമാറും. സർക്കാരും ഗവർണറും നൽകിയ പാനലിൽ നിന്ന് 2 പേരെ വീതം ഉൾപ്പെടുത്തി അദ്ദേഹം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. സർക്കാർ നൽകുന്ന അപേക്ഷകൾ പരിശോധിച്ച് സെർച്ച് കമ്മിറ്റി പാനൽ തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് കൈമാറും. അതിൽ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മുൻഗണനാക്രമം ഗവർണർ അംഗീകരിക്കണമെന്നാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. K. ശിവപ്രസാദിനെയും ഡോക്ടർ സിസ തോമസിനെയും വീണ്ടും താൽക്കാലിക VC-മാരായി നിയമിച്ചതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. 24 തിരുവനന്തപുരം. പത്തനംതിട്ട മുൻ SP VG വിനോദ് കുമാർ മോശം സന്ദേശം അയച്ചെന്ന് വനിതാ SI-മാരുടെ പരാതി. റേഞ്ച് DIGക്ക് ലഭിച്ച പരാതി പോലീസ് ആസ്ഥാനത്തെ വുമൺ കംപ്ലയിന്റ് സെൽ അന്വേഷിക്കും. പരാതി ഗൂഢാലോചനയുടെ ഭാഗമെന്ന് ആരോപിച്ച് VG വിനോദ് കുമാർ പോലീസ് മേധാവിക്ക് പരാതി നൽകി. പത്തനംതിട്ട ജില്ലയിൽ ജോലി ചെയ്യുന്ന 2 വനിതാ SI-മാരാണ് പത്തനംതിട്ട SP ആയിരുന്ന VG വിനോദ് കുമാറിനെതിരെ പരാതിയുമായി എത്തിയത്. IPS ഉദ്യോഗസ്ഥൻ മോശം പരാമർശങ്ങളടങ്ങിയ സന്ദേശങ്ങൾ അയച്ചെന്നാണ് പരാതി. സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി അന്വേഷിക്കുന്ന DIG അജിത ബിഗത്ത് നൽകിയ പരാതിയിൽ അതീവ രഹസ്യമായി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. 2 പേരും പരാതിയിൽ ഉറച്ചുനിൽക്കുകയും മൊഴി നൽകുകയും ചെയ്തതോടെ പോഷ് നിയമപ്രകാരം അന്വേഷിക്കാൻ അജിത ബീഗം പോലീസ് മേധാവിക്ക് ശുപാർശ ചെയ്തു. പിന്നാലെ പോലീസ് ആസ്ഥാനത്ത് വിമൻ കംപ്ലയിന്റ് സെൽ അധ്യക്ഷയായ SP മിറിൻ ജോസഫിന് അന്വേഷണ ചുമതല കൈമാറി. വനിതാ SI-മാരുടെ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയെന്നാണ് വിനോദ് കുമാർ DGPക്ക് നൽകിയിരിക്കുന്ന പരാതി. മോശം സന്ദേശം അയച്ചിട്ടില്ലെന്നും പരാതിയിൽ വിശദീകരിക്കുന്നു. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട INTUC യുവജന വിഭാഗം പാർട്ടി ഭാരവാഹിത്വം ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രിവിലേജായി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് വിമർശനം. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് വിമർശനം ഉയർന്നത്. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, എന്താണ് INTUC യുവജന വിഭാഗത്തിന്റെ നിലപാട്? അനുജ, ഇപ്പോഴും തൃശ്ശൂരിൽ INTUC യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലാണ് അതിരൂക്ഷ വിമർശനവും അതോടൊപ്പം തന്നെ രാജിയും ആവശ്യവും ഉയർന്നിരിക്കുന്നത്. രാഹുൽ
മൂക്കാതെ പഴുത്ത് MLA ആയ ആളാണ്. അതുകൊണ്ട് തന്നെ രാഹുലിനെ ഒരിക്കലും MLA സ്ഥാനത്ത് നിന്ന് തിരിച്ചു വിളിക്കാൻ ജനങ്ങൾക്ക് കഴിയില്ല. പാർട്ടി തന്നെ ഇടപെട്ടുകൊണ്ട് രാഹുലിനെ തിരിച്ചു വിളിക്കണം എന്നൊരു ആവശ്യമാണ് ഇതിൽ ഉയർന്ന പൊതുവികാരം. ഒരു സ്ത്രീയെ കൊല്ലാൻ തനിക്ക് നിമിഷങ്ങൾ മതി എന്ന് പറയുന്നത് ക്രിമിനൽ മനസ്സാണ്. അതിന് രാഹുലിന് ആത്മവിശ്വാസം നൽകുന്നത് രാഷ്ട്രീയ പ്രിവിലേജാണ്. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും രാഹുൽ MLA സ്ഥാനത്ത് തുടരാൻ അധികാരമില്ല എന്നുകൂടി INTC യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന നേതൃയോഗത്തിൽ വിമർശനം ഉയർന്നതിലും അല്പസമയത്തിനകം അതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ INTC യുവജന വിഭാഗം ഉയർത്തുന്ന വിമർശനം. ഗുരുതരമായ ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കുന്നതിലൂടെ പ്രതിച്ഛായ സംരക്ഷണത്തിന് ശ്രമിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് PD സതീശൻ. ആരോപണങ്ങളെ തുടർന്നുണ്ടായ തിരിച്ചടി രാജിയിലൂടെ മറികടക്കാമെന്ന അഭിപ്രായം ഘടകകക്ഷികൾക്കുണ്ട്. ഹർത്താലും ബന്ധും നടത്താത്ത മാതൃകാ പ്രതിപക്ഷമാണ് കേരളത്തിലേതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ കൊച്ചിയിലെ പ്രസംഗത്തിൽ പറഞ്ഞത്. ഗുരുതരമായ ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭാംഗത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിലൂടെയും VD സതീശൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഒരു പുതിയ മാതൃകയാണ്. ഹീനമായ ആക്ഷേപങ്ങൾ നേരിടുന്നവരെയും സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞ് അധികാരസ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്ന പതിവ് ശൈലിയിൽ നിന്നുള്ള ബോധപൂർവമായ മാറ്റം. ഇതിലൂടെ രാഷ്ട്രീയ സംസ്കാരത്തെ ഉടച്ചു വാർക്കുകയാണ് സതീശൻ ലക്ഷ്യമിടുന്നത്. സമാന വിഷയങ്ങളിൽ എതിർപക്ഷം എന്തു ചെയ്തു എന്ന് നോക്കാതെ കോൺഗ്രസിനും മുന്നണിക്കും പുതുശൈലിയുടെ മേലങ്കി ചാർത്താനും രാഹുലിന്റെ രാജിയിലൂടെ VD സതീശൻ ലക്ഷ്യമിടുന്നുണ്ട്. മാറിയ രാഷ്ട്രീയ സംസ്കാരത്തിന് പുതിയ കാലത്ത് ലഭിക്കുന്ന സ്വീകാര്യത തിരഞ്ഞെടുപ്പുകൾ ഗുണം ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് കരുതുന്നു. കോൺഗ്രസ് ദേശീയതലത്തിൽ ഉന്നയിക്കുന്ന വോട്ടർ പട്ടിക ക്രമക്കേടും സംസ്ഥാനത്ത് സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും ഇല്ലാതാക്കിയ രാഹുലിനെതിരായ ആരോപണം UDFനും കോൺഗ്രസിനും തിരിച്ചടിയാണ്. എന്നാൽ തെറ്റ് ചെയ്തവരെ പുറന്തള്ളുന്നതിലൂടെ തിരിച്ചടിയെ അനുകൂല ഘടകമാക്കി മാറ്റാനാകുമെന്നും പ്രതിപക്ഷ നേതാവ് കരുതുന്നു. UDFിലെ പ്രധാന ഘടകകക്ഷികൾക്കും സമാന നിലപാടാണ്. മുസ്ലിം ലീഗിൻ്റെയും RSPയുടെയും എല്ലാം പ്രതികരണങ്ങൾ അത് വ്യക്തമാണ്. ഒരു പടി കൂടി കടന്ന് RMP MLA KK രമ അത് വ്യക്തമാക്കുന്നുമുണ്ട്. അതിലൊരു സംശയവുമില്ല. ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരായവർ ഒരു കാരണവശാലും ഇതുപോലെയുള്ള സ്ഥാനങ്ങൾ ഇരിക്കുന്നത് ശരിയല്ല. നമ്മളെപ്പോഴും അതിജീവിതകൾക്കൊപ്പം തന്നെയാണ്. അത് തീർച്ചയായിട്ടും അത്തരം സ്ഥാനങ്ങൾ ഇരിക്കാൻ യോഗ്യരായ ആളുകളല്ല എന്ന് തന്നെയാണ്. പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് രമേശ് ചെന്നിത്തലയും രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. കാലം രാഷ്ട്രീയ നിലപാടുകളെ പൊളിച്ചെഴുതുന്നതിനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ വഴിവെക്കുന്നുണ്ട്. വ്യക്തിബന്ധങ്ങൾ ഉയർന്നുവരുന്ന വിഷയങ്ങളെ അതിന്റെ മെറിറ്റിൽ സമീപിക്കുന്നതിനും തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നതിനും തടസ്സമില്ല എന്ന സതീശൻ ശൈലിയും മൂല്യവത്തായ നേതൃസംസ്കാരത്തിന്റെ തുടർ പരമ്പരയാകുന്നുണ്ട്. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. കോഴിക്കോട് തിരുവമ്പാടിയിൽ നടുറോഡിൽ മധ്യവയസ്കെ ചവിട്ടി വീഴ്ത്തി യുവാവ്. മദ്യലഹരിയിലായിരുന്നു യുവാവിന്റെ അതിക്രമം. സംഭവത്തിൽ തിരുവമ്പാടി സ്വദേശി ഷിഹാബുദ്ദീൻ പിടിയിലായി. പിരിവുമായി ബന്ധപ്പെട്ട തർക്കമാണ് അതിക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. തിരുവമ്പാടി ബെവറേജ് പരിസരത്തുകൂടി നടന്നു പോവുകയായിരുന്ന സ്ത്രീകളും പ്രതിയും തമ്മിൽ പിരിവുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമുണ്ടായി. തർക്കത്തിനിടെ മധ്യവയസ്കെ പ്രതി ഷിഹാബുദ്ദീൻ ഓടി വന്ന് ചവിട്ടുകയായിരുന്നു. മുതുകിന് ചവിട്ടേറ്റ ഇവർ റോഡിന് സമീപം വീണു. സംഭവത്തിൽ മധ്യവയസ്ക പരാതി നൽകിയിട്ടില്ല. പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് പോലീസ് സ്വമേധയാ കേസെടുത്ത പ്രതി ജാമ്യത്തിൽ വിട്ടു. 24 കോഴിക്കോട്. കോതമംഗലം ഊന്നുകല്ലിൽ സ്ത്രീയെ കൊലപ്പെടുത്തിയത് ആൺസുഹൃത്ത് രാജേഷ് എന്ന് പോലീസ്. കൊല്ലപ്പെട്ട രാധയുടെ ഫോൺ കോൾ വിശദാംശങ്ങളും CCTV ദൃശ്യങ്ങളുമാണ് നിർണായകമായത്. ഒളിവിൽ കഴിയുന്ന രാജേഷിന്റെ കാറും മോഷണം പോയ സ്വർണ്ണാഭരണങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പെരുമ്പാവൂർ കുറുപ്പമ്പടി സ്വദേശി ശാന്ത ആശുപത്രിയിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയ 18-ന് തന്നെ കവർച്ചയും കൊലപാതകവും നടന്നു എന്നാണ് ശാസ്ത്രീയ പരിശോധനാ ഫലം. ശാന്തയെ പ്രതിയായ രാജേഷ് കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾക്കൊപ്പം ഇരുവരും തമ്മിലുള്ള ഏറെക്കാലത്തെ ഫോൺ സംഭാഷണങ്ങളും പ്രതിയിലേക്കുള്ള സൂചന നൽകി. കൊല നടത്തിയ ശേഷം ശാന്തിയുടെ സ്വർണ്ണാഭരണങ്ങൾ അടിമാലിയിലെ സ്വർണ്ണക്കടയിൽ വിറ്റ് 4 ലക്ഷം രൂപ വാങ്ങി. ബാക്കി തുകയ്ക്ക് പകരമായി രാജേഷ് ഭാര്യയ്ക്ക് കൈമാറിയ 4 പവന്റെ മാലയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മൃതദേഹം കണ്ടെത്തിയ വീടിന് സമീപമുള്ള ഹോട്ടലിൽ രാജേഷും ശാന്തിയും കുറച്ചുകാലം ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു. അതിനാൽ തന്നെ വീടും പരിസരവും ഇയാൾക്ക് സുപരിചിതമാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഒളിവിൽ കഴിയുന്ന രാജേഷിനെ പിടികൂടിയാൽ മാത്രമേ കൊല നടത്തിയ സ്ഥലവും രീതിയും വ്യക്തമാവുകയുള്ളൂ. കൊല്ലപ്പെട്ട ശാന്തിയുടെ ഫോണും കൈക്കലാക്കിയ രാജേഷ് 2 ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ തെളിവ് ശേഖരണത്തിനായി അന്വേഷണ സംഘം സംഭവസ്ഥലങ്ങളിൽ പരിശോധന തുടരുകയാണ്. 24 ഇടുക്കി. വെളിച്ചെണ്ണ വില വർധനവിനിടെ ആശ്വാസ നടപടിയുമായി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ പ്രത്യേക വിലക്കുറവിലാണ് ഇന്നത്തെ വെളിച്ചെണ്ണ വിൽപ്പന. നാളെ മുതൽ സഞ്ചരിക്കുന്ന ഓണച്ചന്തയുണ്ടാകുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ 24നോട് പറഞ്ഞു. മറ്റന്നാൾ മുതൽ ഓണക്കിറ്റ് വിതരണം തുടങ്ങും.
വെളിച്ചെണ്ണ വില വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു ദിവസത്തേക്കാണ് സപ്ലൈകോ പ്രത്യേക ഓഫർ നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഇതിലും കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ വിൽക്കാൻ കഴിയുമെന്ന് മന്ത്രി GR അനിൽ 24-നോട് പറഞ്ഞു. 529 രൂപ വിലയുള്ള കേരഫെഡിൻ്റെ വെളിച്ചെണ്ണ 457 രൂപയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ ഒരു പ്രത്യേക ഓഫറായിട്ട് അതേ വെളിച്ചെണ്ണ 445 രൂപയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ആവശ്യാനുസൃതമായി നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഏത് സ്ഥാപനത്തിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വില കുറച്ച് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ, പ്രധാനപ്പെട്ട കമ്പനി ഉൽപ്പന്നങ്ങൾ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങളായി സപ്ലൈകോയിൽ നിന്ന് വാങ്ങാൻ അവസരം നൽകുകയാണ്. വെളിച്ചെണ്ണയുടെ വില ഇനിയും കുറയ്ക്കാൻ ആവശ്യമായ ഇടപെടൽ ഗവൺമെന്റ് തലത്തിലും സപ്ലൈകോയും നടത്തും. സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾക്ക് ദിവസവും 2 മണിക്കൂർ അധിക വിലക്കിഴിവ് നൽകുന്ന ഹാപ്പി അവേഴ്സ് സപ്ലൈകോയിൽ പുനഃസ്ഥാപിച്ചു. 28 വരെ ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 4 വരെ വാങ്ങുന്ന സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾക്ക് 10% അധിക വിലക്കിഴിവ് ലഭിക്കും. പലവെണ്ണ മാത്രമല്ല, ബാക്കി എല്ലാം കായ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചിപ്പോഴും എല്ലാം. പിന്നെ കുട്ടിയൊക്കെ വേണ്ടിയിട്ടുള്ള കോൾഗേറ്റ് ആയാലും ബ്രഷ് ആയാലും എല്ലാം ഇവിടെ നിന്ന് തന്നെ വാങ്ങുന്നത്. പുറത്തുനിന്ന് വാങ്ങണതിനേക്കാളും ലാഭം തന്നെ. സപ്ലൈകോ ഓണവിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി നിർവഹിക്കും. സഞ്ചരിക്കുന്ന ഓണച്ചന്തകളം നിരത്തിലിറങ്ങും. മറ്റന്നാൾ മുതലാണ് ഓണക്കിറ്റ് വിതരണം. ഇതിനു മുന്നോടിയായി സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ മന്ത്രി GR അനിൽ സന്ദർശിച്ചു. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിൽ കൂട്ടുകെട്ടെന്ന് ആവർത്തിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കർണാടകത്തിൽ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ട് കൊള്ളയ്ക്കും വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരായ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ തുടരുകയാണ്. വോട്ട് കൊള്ളയ്ക്കെതിരെയാണ് യാത്രയെങ്കിലും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആവേശത്തിലാണ് ഇന്ത്യ സഖ്യം യാത്ര നടത്തുന്നത്. അരാരിയയിൽ ബുള്ളറ്റ് ഒട്ടിച്ചാണ് പ്രചാരണം. സാധാരണക്കാരുടെ വോട്ട് കൂടി മോഷ്ടിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിൽ കൂട്ടുകെട്ടെന്നും ആരോപണം. वोट चोर गद्दी चोर, वोट चोर गद्दी चोर, वोट चोर गद्दी चोर. अब चुनाव आयोग जाके इन बच्चों से बात कर ले, पता लग जाएगा. बट बड़ा यूनिक फिनोमेना है, क्योंकि इसका क्या मतलब है कि ये अब बिल्कुल अंदर घुस गया है. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP വക്താവായി പ്രവർത്തിക്കുന്നുവെന്ന് തേജസ്വി യാദവ്. ഈ മാസം 17-ന് സസാറാമിൽ നിന്ന് ആരംഭിച്ച വോട്ടർ അധികാർ യാത്ര ബീഹാറിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയുള്ള പര്യടനം തുടരുകയാണ്. സെപ്റ്റംബർ 1-ന് പാട്നയിൽ നടക്കുന്ന മഹാറാലിയോടെ യാത്ര അവസാനിക്കും. 24 ഡൽഹി. ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസിലെ പ്രതി ശബരിനാഥിനെതിരെ വീണ്ടും കേസ്. തിരുവനന്തപുരം സ്വദേശിയായ അഭിഭാഷകനിൽ നിന്ന് 34 ലക്ഷം രൂപ തട്ടിയെടുത്തതിനാണ് വഞ്ചിയൂർ പോലീസ് കേസെടുത്തത്. ഓൺലൈൻ ട്രേഡിംഗിലൂടെ പണം ഇരട്ടിയാക്കി നൽകാമെന്ന് പറഞ്ഞാണ് ശബരിനാഥ് പണം തട്ടിയത്. ശബരിനാഥ് ആരംഭിച്ച ഇ-കൊമേഴ്സ് സ്ഥാപനത്തിലൂടെ ട്രേഡിംഗ് നടത്തി പണം ഇരട്ടിയാക്കി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. വഞ്ചിയൂർ സ്വദേശിയായ അഭിഭാഷകൻ നൽകിയത് 34,33,000 രൂപ. നിരവധി തവണ പണം മടക്കി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും ശബരിനാഥ് തയ്യാറായില്ല. തുടർന്നാണ് വഞ്ചിയൂർ പോലീസിൽ അഭിഭാഷകൻ പരാതി നൽകിയത്. പരാതിയെ തുടർന്ന് കേസെടുത്തു. ടോട്ടൽ ഫോർ യു എന്ന പണമിടപാട് സ്ഥാപനത്തിലൂടെ ഇയാൾ കോടികൾ നിക്ഷേപമായി സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയ കേസുകളിൽ ഇപ്പോഴും നടപടി നേരിടുകയാണ്. 2 വർഷം കൊണ്ട് ടോട്ടൽ ഫോർ യു എന്ന സ്ഥാപനം 200 കോടി രൂപ സമാഹരിച്ചെന്ന് പോലീസ് അന്ന് കണ്ടെത്തിയിരുന്നു. അന്വേഷണത്തിനിടെ ഒളിവിൽ പോയ ശബരിനാഥിനെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. 2011 ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ ശബരിനാഥ് 2014 കീഴടങ്ങുകയായിരുന്നു. 24 തിരുവനന്തപുരം. മലപ്പുറം തിരൂരങ്ങാടി നന്നമ്പ്രയിൽ വാഹനം തടഞ്ഞ് 2 കോടി കവർന്ന സംഭവത്തിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി പോലീസ്. മുഖ്യപ്രതി തടത്തിൽ കരീമിന്റെ വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും മുഖംമൂടിയും കണ്ടെടുത്തു. തിരൂരങ്ങാടി സ്വദേശി തടത്തിൽ കരീം, വലിയ പീടിയക്കൽ മുഹമ്മദ് ഫവാസ്, മംഗലശ്ശേരി രജീഷ് എന്നിവരാണ് പോലീസ് പിടിയിലായത്. കരീമിന്റെ വീട്, വടിവാൾ ഉപേക്ഷിച്ച കിണർ, കവർച്ച നടന്ന റോഡ് എന്നിയിടങ്ങളിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. കരീമിന്റെ വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപ കണ്ടെത്തി. സമീപത്തെ ആഴമേറിയ കിണറ്റിൽ നിന്ന് 3 വടിവാളുകളും മുഖംമൂടിയും പണം നഷ്ടമായ ഹനീഫയുടെ മൊബൈൽ ഫോണും കണ്ടെത്തി. നഷ്ടമായ പണം കണ്ടെത്താനായില്ല. ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ കിണറിൽ നിന്ന് 3 വടിവാളുകളും 2 മങ്കി ക്യാപ്പും അതേപോലെ അന്നത്തെ വിക്ടിമിൻ്റെ പരാതിക്കാരൻ്റെ മൊബൈൽ ഫോണും അത് തകർത്ത നിലയിലാണ്, നശിപ്പിച്ച നിലയിലാണ്. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. പിന്നെ കരീമിൻ്റെ വീട്ടിൽ നിന്നും
5 ലക്ഷത്തിൽ കൂടുതൽ തുകയും കണ്ടെത്തിയിട്ടുണ്ട്. കവർച്ചയ്ക്ക് ഉപയോഗിച്ച ഓൾട്ടോ കാറ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 1 ലക്ഷം രൂപയ്ക്ക് കവർച്ചയ്ക്ക് വേണ്ടി പ്രതികൾ കാർ വാങ്ങിച്ച് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസ് നീക്കം. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരു പ്രതി കൂടി പിടിയിലാകാനുണ്ട്. 24 തിരൂർ. സംസ്ഥാനത്ത് പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണത്തിൽ വർധന. ഒരു മാസത്തിനിടെ 46 പനിമരണമാണ് റിപ്പോർട്ട് ചെയ്തത്. അതിനിടെ മലബാറിലെ 3 ജില്ലകളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ ആശങ്ക ഏറുകയാണ്. ഉറവിടം വ്യക്തമാകാത്തതാണ് ആരോഗ്യവകുപ്പിന് പ്രതിസന്ധിയാകുന്നത്. ഒരു മാസത്തിനിടെ 46 പനിമരണങ്ങളാണ് സംസ്ഥാനത്തുണ്ടായത്. പനി ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനയാണിത്. എലിപ്പനി ബാധിച്ച് 28 പേരും മരിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് 7 പേരാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 6 പേരും വയനാട്ടിലെ ഒരാളുമാണ് ചികിത്സയിലുള്ളത്. രോഗം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലെ വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചെങ്കിലും ഇതുവരെ ഫലം ലഭിച്ചിട്ടില്ല. ഉറവിടം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തത് ആരോഗ്യവകുപ്പിന് ആശങ്കയുണ്ടാക്കുന്നു. രോഗം സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ പ്രാദേശികമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. ചികിത്സയിലുള്ള തലക്കുളത്തൂർ പഞ്ചായത്തിലെ യുവാവിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നു. 24 കോഴിക്കോട്. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ 3ാമത്തെ വീടിന്റെ താക്കോൽ ദാനം നടന്നു. വെള്ളാപ്പള്ളി നിവാസികളായ എം ബാബു, ഉഷ ദമ്പതികൾക്കാണ് വീട് ലഭിച്ചത്. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നടത്തുന്ന 100 വീട് ഭവന പദ്ധതിയുടെ ഭാഗമായാണ് തിരുവനന്തപുരത്ത് വീടൊരുങ്ങിയത്. ജില്ലയിലെ നരുവാമൂട് വെള്ളാപ്പള്ളിയിലാണ് 3ാമത്തെ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. വാടക വീട്ടിൽ താമസിക്കുകയായിരുന്ന ബാബു, ഉഷ ദമ്പതികളുടെ സ്വപ്നമാണ് പൂവണിഞ്ഞത്. ചിറ്റിലപ്പള്ളിയും 24ഉം കൂടെ ഇറങ്ങി നടത്തുന്ന 100 വീട് പദ്ധതിയിൽ എനിക്കും ഒരു വീട് തന്നതിൽ സന്തോഷമുണ്ട്. നല്ല സന്തോഷമുണ്ട്. നമ്മൾ ആദ്യമേ വാടകയിരുന്നത് ഇപ്പൊ വീടായി, സ്വന്തം വീടായി. സന്തോഷം. ഞാൻ പിറന്നത് തൊട്ടേ വാടകയ്ക്കായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു വീട് വേണമെന്ന് ആഗ്രഹിച്ചു. അതിപ്പോ ലഭിച്ചു. 24ഓടെ ലഭിച്ചു. തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ഷഫീദ് റാവുത്തർ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. 24 കണക്ട് തിരുവനന്തപുരം താലൂക്ക് കോർഡിനേറ്റർ സാജൻ വേളൂരിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഈ 24 ന്യൂസ് ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ജനഹൃദയങ്ങളിൽ പേരെടുക്കുവാനായിട്ട് സാധിച്ചു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ പരിപൂർണമായ സഹകരണത്തിൽ 24 കണക്റ്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ അർഹരായിട്ടുള്ള 100ഓളം ആളുകളെയാണ് തെരഞ്ഞെടുത്തത്. തിരുവനന്തപുരം ജില്ലയിലെ 3ാമത്തെ വീടാണ് ഈ വെള്ളാപ്പള്ളി ശ്രീ ബാബുവിനും കുടുംബത്തിനുമായിട്ട് ലഭിച്ചിരിക്കുന്നത്. 8 മാസം മുമ്പ് തറക്കല്ലിട്ട വീടിന്റെ നിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചാണ് താക്കോൽ കുടുംബത്തിന് കൈമാറിയത്. 24 തിരുവനന്തപുരം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കായുള്ള ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമായ 24 സ്റ്റഡി എബ്രോഡിന്റെ വിദ്യാഭ്യാസ എക്സ്പോ ഇടുക്കി കട്ടപ്പനയിൽ പുരോഗമിക്കുന്നു. KG's ഹിൽ ടൗണിൽ വൈകിട്ട് 5 മണി വരെയാണ് എക്സ്പോ. വിദേശ സർവകലാശാല പ്രതിനിധികളെ നേരിട്ട് കണ്ട് സ്പോട്ട് അഡ്മിഷൻ എടുക്കാൻ കഴിയും. നഴ്സിംഗ്, മെഡിക്കൽ, എഞ്ചിനീയറിംഗ് എന്നിങ്ങനെ 100-ലധികം കോഴ്സുകളിലേക്കുള്ള പ്രവേശനമാണ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നത്. കായിക വാർത്തകൾ. ഇന്ത്യൻ താരം ചേതേശ്വർ പുജാര അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ക്രിക്കറ്റിന്റെ എല്ലാ ഫോമാറ്റുകളിൽ നിന്ന് വിരമിക്കുന്നതായി പുജാര എക്സിലൂടെ അറിയിച്ചു. 103 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നായി 7195 റൺസ് നേടിയിട്ടുണ്ട്. 19 ടെസ്റ്റ് സെഞ്ചുറികളും 35 അർദ്ധ സെഞ്ചുറികളും നേടി. 2010 അന്താരാഷ്ട്ര കരിയർ ആരംഭിച്ച പുജാര 5 ഏകദിന മത്സരങ്ങളിൽ മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. വാർത്താമഴ അവസാനിക്കുന്നു.